Hi, hello everyone. Welcome back to the Mallu Show, the number one self-improvement podcast in Malayalam. എന്തൊക്കെയുണ്ട് സുഖമാണെന്ന് കരുതാണ്. മാത്രമല്ല എല്ലാവർക്കും നല്ലൊരു അടിപൊളി വീക്കുടെ വിഷയമാണ്. മാത്രമല്ല എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഇയറുടെ വിഷയമാണ്. അതെ, നമ്മുടെ ഈ വർഷം നമ്മളെ വിട്ടുപിരിയാൻ വേണ്ടി പോവാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നിങ്ങളോട് വന്നിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് എന്നുള്ളത് ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെയറസ്റ്റ് ഓഫ് ദി എപ്പിസോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദിസ് എപ്പിസോഡ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ഹെൽപ്പ് യു എ ലോട്ട്. നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള കുറച്ച് മാസങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ പലരും കടന്നു പോയിട്ടുണ്ടാവാം. പലരും പല സ്ട്രഗിൾസും പല കാര്യങ്ങളൊക്കെ, പല നഷ്ടപ്പെടലുകളും, പല തിരിച്ചറിവുകളും, പല അണ്ടർസ്റ്റാൻഡിങ്ങുകളും, പല ദുരിതങ്ങളും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് പഠിച്ച് അറിഞ്ഞായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നിലുള്ള നമ്മളും ഇപ്പോൾ നമ്മളും തമ്മിലുള്ള ഒരു തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതശൈലിയൊക്കെ വളരെ വ്യത്യാസത്തിലായിരിക്കാം. പലരും ഇന്ന് നമ്മുടെ ലൈഫ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് നല്ല രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നല്ല ജോലി, നല്ലൊരു സ്റ്റെബിലിറ്റി, പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് നമ്മളുടെ അടുത്ത് ഈ ഒരു വർഷം ഒന്ന് മറഞ്ഞു പോകാൻ പോകുമ്പോൾ, when I sit right now over here and when I look at the next year, it's actually bringing me a lot of hope. ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടുവരുന്ന ഒരു വർഷം ആണ് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആക്ച്വലി അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. നമ്മൾ ഓരോരുത്തരും അടുത്ത വർഷം നമ്മളിതാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറയാണ്, the next year is going to be ours, നമ്മുടേതാണ്, and let it be. ഓക്കെ, സോ ഇത്രയും സംഭവ ബഹുലമായിട്ടുള്ള ഒരു വർഷം കടന്നു പോയിട്ട് നമ്മളിങ്ങനെ അതിനിങ്ങനെ വെറുതെ വിടാണ്ട് പറ്റുമോ? ഓഫ് കോഴ്സ് നോട്ട്, റൈറ്റ്? സോ നമ്മളങ്ങനെ വെറുതെ വിടാണ്ട് പോകണില്ല. സോ യൂഷ്വലി നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പറയാറുണ്ട്, പോഡ്കാസ്റ്റ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴോ കളിക്കുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒഴിവ് സമയങ്ങളിൽ സെക്കൻഡറി തിങ് ആയിട്ട് മാത്രം കേട്ടാൽ മതി എന്നുള്ളൊരു സംഭവമായിട്ടാണ് നമ്മൾ പോഡ്കാസ്റ്റിനെ പറയാറുള്ളത്. ബട്ട് ടുഡേ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഡോണ്ട് ലിസൺ ടു ദിസ് പോഡ്കാസ്റ്റ് റൈറ്റ് നൗ. ഇപ്പം നിങ്ങൾ എപ്പിസോഡ് കേൾക്കരുത്. You have to sit down to listen to this episode. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് റേസ്റ്റ് ഓഫ് ദി എപ്പിസോഡാണ്. നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ എപ്പിസോഡ് വളരെ ചുരുക്കമായിരിക്കും ചെയ്യുക. ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ എപ്പിസോഡ് നമുക്ക് ചെയ്യാം. ബട്ട് സ്റ്റിൽ, ഇഫ് യു ആർ ഡൂയിങ് സംതിങ്, നമ്മുടെ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, യു ഹാവ് ടു സ്റ്റോപ്പ് ദാറ്റ്, ഓർ യു ഹാവ് ടു ബി ഹോം. അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, വളരെ കംഫർട്ടബിൾ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ച് എഴുതാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മാത്രം ഈ എപ്പിസോഡ് കേൾക്കുക. അല്ലെങ്കിൽ ഗോ ബാക്ക് ആൻഡ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ, സിറ്റ് സംവെയർ, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, ടേക്ക് എ പീസ് ഓഫ് പെൻ ഓർ പെൻസിൽ ആൻഡ് സിറ്റ് ഡൗൺ. നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു പീസ് ഓഫ് പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുക, എന്നിട്ട് എപ്പിസോഡ് കേൾക്കുക. ഓക്കെ, സോ നമ്മളിന്ന് ആക്ച്വലി എന്താ എപ്പിസോഡിൽ കവർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് വളരെ അടിപൊളി, വളരെ സംഭവ ബഹുലമായിട്ടുള്ള, ഭയങ്കര ഒരു എക്സ്പീരിയൻസും ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു കുറച്ച് വർഷങ്ങൾ കടന്നു പോവുകയാണ്. അല്ലെങ്കിൽ ഒരു വർഷം നമ്മളിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോകാൻ പോവുകയാണ്. അതിന് നമ്മളിങ്ങനെ വെറുതെ ഇടാൻ പോകുന്നില്ല. നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഇയർ ഷുഡ് ബി ആർസ് അല്ലേ. അപ്പം നമ്മൾ അതെങ്ങനെ നമ്മുടേതാക്കാം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സ്മോൾ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടം, അതാണ് നമ്മളിന്ന് ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിന് ഞാൻ ആക്ച്വലി what I'm trying to do is I'm trying to help you understand your year. So this is 2021 wrapped. Ta-da! Okay, so Spotify ഒക്കെ കണ്ടില്ലേ, Spotify wrapped എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പലരും പോസ്റ്റും ഷെയർ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. So this is your 2021 wrapped for you, tailor-made, and you're going to make that. So are you with me? Of course, I think you're with me till here. ഇവിടെ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ you have to be there for another like 5 to 10 minutes. So എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, we're going to just write down few things. Like ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും. സോ യു ഹാവ് ടു റൈറ്റ് ഡൗൺ 3 points ഫോർ ഈച്ച് ഓഫ് ദാറ്റ്. ഓക്കെ, സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് 3 ഫുഡ് അവർ എഴുതി വെക്കില്ലേ. സോ സിമിലർലി നിങ്ങളുടെ ആ ഒരു പീസ് ഓഫ് പേപ്പർ, അല്ലെങ്കിൽ ആ ഒരു ബുക്കിൽ ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും ബുക്കും പേരൊന്നും കിട്ടാനില്ലെങ്കിൽ ലെറ്റ്സ് ടേക്ക് യു ഫോൺ, നോട്ട്സ് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടാവും, അങ്ങനെ സംഭവം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ. അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് റാൻഡം ജസ്റ്റ് ടൈപ്പ് ഡൗൺ, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഓക്കെ, സോ ഓരോ പ്രാവശ്യവും ഒരു കാര്യം ചോദിച്ചിട്ട് ആ ഒരു സമയത്ത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ഇറ്റ് ഈസ്, ആ സമയത്ത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പോസ് ചെയ്തിട്ട്, ഈ പോഡ്കാസ്റ്റ് പോസ് ചെയ്തിട്ട്
എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. സോ ആർ യു ഗൈസ് വിത്ത് മീ? ഐ ഹോപ്പ് യു ആർ, റൈറ്റ്? സോ നമ്മുടെ അടുത്ത വർഷം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ ഏറ്റവും മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണോ? ഐ ഹോപ്പ് യു ആർ, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും നല്ലൊരു അടിപൊളി അണ്ടർസ്റ്റാൻഡിങ്, നല്ലൊരു അടിപൊളി ബെറ്റർമെൻറ്റ് വേണ്ടേ? എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും വേണമെന്നുള്ളത്. സോ ഹിയർ ഗോസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്താ നമ്മൾ എഴുതാൻ പോകുന്നത് വെച്ചാൽ 2021 എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ 2020 എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഭയങ്കര മോശം ഇയർ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് എന്നിരുന്നാലും എല്ലാത്തിലും ഒരു റേ ഓഫ് പോസിറ്റിവിറ്റി, റേ ഓഫ് സൺഷൈൻ എന്തായാലും ഉണ്ടാവും. സോ ദ ഫസ്റ്റ് തിങ് നമ്മൾ എന്താ പോകുന്നത് വെച്ചാൽ ലെറ്റ്സ് സ്റ്റാർട്ട് വെരി പോസിറ്റീവ്. ഒരു ഡീപ് ബ്രെത്ത് ഒക്കെ എടുത്തിട്ട് വാട്ട് ആർ യുവർ ടോപ്പ് 3 ബെസ്റ്റ് മെമ്മറീസ് ഓഫ് ദിസ് ഇയർ എന്നുള്ളതെന്ന് എഴുതി വെക്കാം. നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആ ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ജസ്റ്റ് റൈറ്റ് ഡൗൺ ബെസ്റ്റ് മെമ്മറീസ്. ഓക്കെ, ഒരു ഹെഡിങ് കൊടുക്കുക, ടോപ്പ് 3, എല്ലാം ടോപ്പ് 3 ആയിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ ബെസ്റ്റ് മെമ്മറീസ്. വേണമെങ്കിൽ പോസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഞാൻ അത്യാവശ്യം സമയമുണ്ടല്ലോ ഇവിടെ. സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ 3 ഓഫ് യുവർ ബെസ്റ്റ് മെമ്മറീസ്. നമ്മുടെ ഈ ഒരു വർഷം നമ്മൾ ഏറ്റവും സന്തോഷം കൊണ്ടുവന്നിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും അടിപൊളിയായിട്ടുള്ള 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കിയേ. ഓക്കെ, സോ അടുത്ത കാര്യം നമ്മൾ എന്താ ചെയ്താൽ പോകുന്നത് വെച്ചാൽ വി ആർ ഗോയിങ് ടു റൈറ്റ് ഡൗൺ 3 ഓഫ് അവർ വേർസ്റ്റ് മെമ്മറീസ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും മോശപ്പെട്ട് എന്നൊക്കെ വേണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിശേഷിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിൽ നിന്നൊരു 3 3 ഓഫ് ദാറ്റ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കുറിച്ചിടുക. നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, ലൈക്ക് ഓരോ വേർസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസിനായാലും ബെസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസിനായാലും പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ ഫസ്റ്റ് what's your best 3 memories, and the second thing is like what are your 3 best or 3 worst memories. നമ്മുടെ ഏറ്റവും മോശമായിട്ടുള്ള 3 എക്സ്പീരിയൻസസ് എന്താണെന്നുള്ളത് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 2 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും കുറച്ച് കാര്യങ്ങളും പഠിക്കാനുണ്ടാവും. സോ ഈ വർഷത്തെ അടുത്ത കാര്യമാണ്, ഈ വർഷത്തെ ടോപ്പ് 3 ലേണിങ്സ് എന്താണെന്നുള്ളത് എഴുതി വെക്കാം. നമ്മൾ ഈ വർഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും വലിയ 3 പാഠങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓൺ ദ പേപ്പർ. നമ്മൾ ഈ വർഷം പഠിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പ് 3 ലേണിങ്സ് ദാറ്റ് വി മെയ്ഡ് ദിസ് ഇയർ, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. എന്നിട്ട് ആ 3 കാര്യങ്ങളൊന്ന് നോക്കി നോക്കിയേ. ബെസ്റ്റ് മെമ്മറീസ്, വേഴ്സ്റ്റ് മെമ്മറീസ് ആൻഡ് ദ ടോപ്പ് 3 ലേണിങ്സ്. ഓൾറെഡി നമ്മുടെ ലിസ്റ്റ് ഇറ്റ്സ് ലുക്കിംഗ് റിയലി ഗുഡ്. നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് ലുക്കിംഗ് റിയലി ഗുഡ്. യുനോ നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ മറക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളായിരിക്കും, നമ്മൾ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. മാത്രമല്ല നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല, അല്ലെങ്കിൽ 3 ലേണിങ്സ് ആയിരിക്കില്ല അത് 3 ഉള്ളത് അല്ലേ. സോ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓൾറെഡി ഒരുപാട് കാര്യങ്ങളോട് പേപ്പറിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് തിങ്സ് വാട്ട് വി ആർ ഗോയിങ് ടു റൈറ്റ് ഡൗൺ. അതായത് അടുത്ത നമ്മൾ എന്താ പോകുന്നത് വെച്ചാൽ ടോപ്പ് 3 ഗോൾസ് ദാറ്റ് വി ഹാവ് അച്ചീവ്ഡ് ദിസ് ഇയർ. ഈ വർഷം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ടോപ്പ് 3 ഗോൾസ്. നമുക്കുണ്ടായിരുന്ന ഏറ്റവും നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഒരു 3 ഗോൾ, നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ എന്താണുള്ളത്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഈ വർഷം ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി അൺപ്രൊഡക്റ്റീവ് ആൻഡ് അൺഫെയർ ഫോർ മീ എന്നൊക്കെ. എന്നിരുന്നാലും ദർ വിൽ ബി സംതിങ്. ഓക്കെ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒന്ന് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും എന്താ പറയുക, നമുക്കൊരു ഗോൾഡായിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരാളുടെ ഒരു മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരിക എന്നുള്ളതൊരു ഇതായിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പം അതും ഒരു ഗോളാണല്ലേ. സോ സംതിങ്, സം ഗുഡ് തിങ്സ് ദാറ്റ് വി ഡിഡ്, ലൈക്ക് ടോപ്പ് 3 ഗോൾസ് ദാറ്റ് വി ഹാവ് അച്ചീവ്ഡ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിന് ബന്ധപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഒന്നുമല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ചില സമയത്ത് വളരെ മോശപ്പെട്ടൊരു സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇതിന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടന്നിരുന്നെങ്കിൽ എന്നുള്ളത്. ആൻഡ് വി മൈറ്റ് ഹാവ് കെയിം ഔട്ട് ഓഫ് ദാറ്റ്, റൈറ്റ്? സോ അത് എഴുതി വെക്കുക. സോ ടോപ്പ് 3 ഗോൾസ് ദാറ്റ് യു ഹാവ് അച്ചീവ്ഡ് ഇൻ ലൈഫ്. സോ 4 കാര്യങ്ങളായി. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, വാട്ട് യു ഗോയിങ് ടു റൈറ്റ് ഡൗൺ. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ആൾ, അല്ലെങ്കിൽ കുറച്ച് 3 ആൾക്കാരൊക്കെ ഉള്ള നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് സർക്കിളാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ പറയാറുണ്ട്. സോ റൈറ്റ് ഡൗൺ ടോപ്പ് 3 പീപ്പിൾ യു ഹാഡ് ദിസ് ഇയർ. നമ്മുടെ ഈ ഒരു വർഷത്തിൽ ചിലപ്പോൾ സന്തോഷത്തിൻ്റെ ഇടയിലാവാം, ചിലപ്പം സങ്കടത്തിൻ്റെ ഇടയിലാവാം, നമുക്ക് ഒരു തണലായി, താങ്ങായി, ഒരു സന്തോഷമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സംഭവമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന 3 പേര് ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. Just write down those 3 people who were like really something for you this year.
who saved you this year, who were there for you this year, who listened to you this year, who just inspired you this year, who just uplifted you this year, who just who just was like a good thing for you this year, like something that happened for you this year. Just write it down. The 3 people in your life, just write it down. ആ 3 കാര്യങ്ങൾ just ഒന്ന് എഴുതി വെക്കുക. This is going to be super fun. Just find out who those people are. And also നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തതിന് ശേഷം you can send them a personal thank you message. ഒരു thank you for being there. If you would have not been there, this year would have been very different for me. You can send them a thank you message. And that would, അത് അവരുടെ ലൈഫിൽ ചിലപ്പം അവർക്ക് കിട്ടാവുന്നതിൽ ചിലപ്പോൾ ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കാം. ഓർ സംതിങ് ലൈക്ക് ചിലപ്പം അവർ നല്ലൊരു മൊമെൻറ്റിലായിരിക്കണം കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയാൻ. ബട്ട് ഇഫ് യുവർ മെസ്സേജ് കുഡ് ബ്രിങ് എ സ്മൈൽ ഇൻ ദെയർ ഫേസ്, ജസ്റ്റ് ഇമാജിൻ, റൈറ്റ്? ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ and send them a message. Okay, so അടുത്ത കാര്യം, this is again a very important thing. ഈ വർഷം നമുക്കുണ്ടായിട്ടുള്ള 3 successes, നമ്മുടെ ഈ വർഷം നമുക്കുണ്ടായിരുന്നുള്ള 3 successes. ചിലപ്പം അത് ഏതെങ്കിലും ഒരു ദിവസം ഉറങ്ങി എണീക്കാൻ വേണ്ടിയിട്ട് വളരെ മടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങി എണീച്ചു എന്നുള്ളതാവാം. ചിലപ്പം മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം എവിടെയെങ്കിലും പെട്ടിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ സ്കൂട്ടായി എന്നുള്ളതാവാം. സോ റൈറ്റ് ഡൗൺ 3 successes of this year, 3 of your top successes this year. ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ കരുതാണ്. മാത്രമല്ല, ഇഫ് യു വാണ്ട് ടു പോസ്റ്റ് ഇറ്റ്, യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ആൻഡ് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ്, ബിക്കോസ് യു ഹാവ് ടു തിങ്ക് ആൻഡ് റൈറ്റ്. ദിസ് ഈസ് all about you. Okay, this is all about you, so please take your time. Okay, so the next thing is, നമ്മൾ സക്സസിനെ കുറിച്ച് പറയുമ്പം of course we have to talk about the failures. So what are your top 3 failures this year? Write down 3 failures. Write it down. എന്താണ് നമ്മൾ 3 പ്രാവശ്യം തോറ്റുപോയത് എവിടെയാണ്? നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഈ വർഷം ഞാൻ അൺറിയലിസ്റ്റിക്കലി 300 ബുക്ക് ഡെയിലി ഒരു ബുക്ക് വെച്ച് വായിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ ദാറ്റ്സ് എ കംപ്ലീറ്റ് ഫെയിലിയർ. ദാറ്റ് ഒബ്വിയസ്ലി ദാറ്റ് കുഡ് ബി എ കംപ്ലീറ്റ് ഫെയിലിയർ. 300 books a day ഇമ്പോസിബിൾ അല്ല, പോസിബിൾ ആണ്, ബട്ട് we might have not achieved it. എൻ്റെ കേസ് പറഞ്ഞു കേട്ടോ, I was unrealistic. Okay, so that is the next thing. അടുത്ത കാര്യം, this is again a very crucial thing. Okay, so you have to be very creative. നമ്മുടെ കൈൻഡ് ഓഫ് ഹാർട്ട് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ടൊരു സംഭവമാണ്. ഡിഫൈൻ ദിസ് ഇയർ വിത്ത് ജസ്റ്റ് 3 words. നമ്മുടെ ഈ വർഷം വെറും 3 വാക്കുകൾ കൊണ്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഞാനിങ്ങനെ ആലോചിക്കുന്നത് വെച്ചാൽ ലിറ്ററലി ഐ എം ജസ്റ്റ് തിങ്കിങ്, ഞാൻ ഇതുവരെ ഈ കാര്യങ്ങളിങ്ങനെ എഴുതി വെച്ചതല്ലാതെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓഫ് കോഴ്സ് ഞാൻ എപ്പിസോഡ് ഈ സംഭവം പിന്നെയും കേൾക്കും. അപ്പം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഞാനിത് കേട്ടിട്ട് ഐ എം ഗോൺ ടു റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് വെൽ. ഓക്കെ, ഐ എം ഗോയിങ് ടു ബി ആൻ ലിസണർ ആസ് വെൽ, റൈറ്റ്? നമ്മുടെ ഏറ്റവും വലിയ ഓഡിയൻസ് ഉള്ളത് നമ്മൾ തന്നെ അല്ലേ? ഓക്കെ, സോ 3 words ദാറ്റ് ഡിഫൈൻ യുവർ 2021. എന്താണെന്നുള്ളത് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. വാട്ട് ഇസ് ദാറ്റ്? ബി ജെനുവിൻ. ഓക്കെ, ബി ട്രൂ ടു യുവർ സെൽഫ്. നമ്മൾ ഈ എഴുതുന്നത് ആരും കാണാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആരും കാണണം എന്നില്ല, നമ്മൾ ആരും പറയണമെന്നുമില്ല. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ. സോ റൈറ്റ് ഡൗൺ, ജസ്റ്റ് ഡിഫൈൻ യുവർ 2021. നമ്മൾ we have to be very frank, we have to be true to ourselves. Okay, just don't try to fool yourself, just write it down. How is it exactly what you feel this year is, how this year was. Okay, ഈ വർഷം എന്താണെന്നുള്ളത് 3 കാര്യങ്ങൾ, just write it down, and I hope we are just rocking and rolling and doing and crumbling and awesome. So amazing so far, we have all done a good job. So just clap for yourself. Just നല്ല clap കൊടുക്കുക, പുറത്ത് 2 അടിയൊക്കെ കൊടുക്കുക. Well done my boy, my girl. Okay, so just ഈ വർഷം നന്നായിട്ട് ഒരു റിഫ്ലക്ഷൻ നടന്നിട്ടുണ്ടെന്ന് പറയാം. ഇനി ആ ലിസ്റ്റ് ഒന്ന് നോക്കിയേ, നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും നിങ്ങളിപ്പോൾ ഉണ്ടാവുക. That list might be too big. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ടോപ്പ് 3 എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ ടോപ്പ് 5 ആക്കാം, ടോപ്പ് 7 ആക്കാം, ടോപ്പ് 10 ആക്കാം. ഇറ്റ്സ് അപ് ടു യു. ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഈസ് ജസ്റ്റ് എ സ്മോൾ അറ്റംപ്റ്റ് ഫ്രം മൈ സൈഡ് ടു ഹെൽപ്പ് യു റിഫ്ലക്ട് ബാക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മോർ, സോ ദാറ്റ് അടുത്ത വർഷം നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം, നൈസ് ആവണ്ടേ, പൊളിക്കണ്ടേ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ തിങ്. സോ ഈ വർഷത്തിൻ്റെ റിഫ്ലക്ഷൻ കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? അടുത്ത വർഷം ഇതാ ഇവിടെ എത്തിയിരിക്കുക. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ദേർ, ലൈക്ക് ഫ്യൂ ഡേയ്സ് ആർ ദേർ. ജസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിൽ ബി സിംഗിങ് ഹാപ്പി ന്യൂ ഇയർ. ലൈക്ക് ഒരുപാട് വെടിക്കെട്ടും കാര്യങ്ങളും പുകയും മെസ്സേജും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ്. സോ വി ഹാവ് ടു തിങ്ക് ഓഫ് ദ നെക്സ്റ്റ് ഇയർ ആസ് വെൽ. ഇറ്റ്സ് വെരി നിയർ, റൈറ്റ്? സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വി ഹാവ് ടു തിങ്ക് ഓഫ് നൗ. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞൊരു വർഷത്തെക്കുറിച്ചാണ്. നൗ വി ഗോയിങ് ടു തിങ്ക് ആൻഡ് ഫോക്കസ് റൈറ്റ് നൗ, ദിസ് പ്രസൻറ്റ് മൊമെൻറ്റ്. വി ഹാവ് ടു റൈറ്റ് ഡൗൺ ടോപ്പ് 3 goals. ഇപ്പോഴുള്ള നമുക്കുള്ള ടോപ്പ് 3 goals എന്താണെന്നുള്ളത് വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ജസ്റ്റ് റൈറ്റ് ഡൗൺ ദോസ് 3 points. വാട്ട് ആർ യുവർ ടോപ്പ് 3 goals റൈറ്റ് നൗ? ഓക്കെ, കഴിഞ്ഞെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ ആ 3 goals എത്തി കഴിഞ്ഞാൽ നമ്മൾ
ചെയ്യേണ്ടത് വെച്ചാൽ വാട്ട് ആർ ടോപ്പ് 3 പ്രയോറിറ്റീസ്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഏറ്റവും വലിയ 3 പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഹെൽത്ത്, ഫാമിലി, കരിയർ. ഓക്കെ, 3 കാര്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ലൈക്ക് പൈസ, ലൈക്ക് മണി, ദെൻ ട്രാവൽ, ദെൻ ലെറ്റ്സ് സേ കരിയർ. ഓക്കെ, 3 കാര്യങ്ങൾ. സോ ദീസ് ആർ ലൈക്ക് എക്സാമ്പിൾ. സോ വാട്ട് ആർ യുവർ ടോപ്പ് 3 പ്രയോറിറ്റീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, നൈസായിട്ട് എഴുതി വെക്കാം. ഓക്കെ, സോ ഇഫ് ദാറ്റ്സ് ഡൺ, അടുത്ത 3 കാര്യങ്ങൾ എന്നുള്ളത് വാട്ട് ആർ ദ 3 തിങ്സ് യു ആർ പ്ലാനിങ് ടു ഡു ഓർ യു വുഡ് ലൈക്ക് ടു ഡു ദിസ് ഇയർ. ഈ വർഷം കഴിയുന്നതിന് മുന്നേ, 2021 കഴിയുന്നതിന് മുന്നേ, വാട്ട് ആർ ദ 3 തിങ്സ് യു വുഡ് ലൈക്ക് ടു ഡു ഓർ യു വുഡ് ലൈക്ക് ടു അച്ചീവ്, അതൊന്ന് എഴുതി വെക്കുക. Okay, so what are the 3 things that you would like to do before 2021? ചിലപ്പം let's say for example like, I want to do bungee jumping. Another thing is like, I want to travel to some particular place. And the next thing is, okay, I want to make a donation of let's say like 10,000 rupees. Okay, so like some random 3 things, some things that will make you happy and you've been planning to do for a long time. കുറേ കാലമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് അങ്ങനെ അവിടെ ഇരുന്ന സാധനം ഉണ്ടല്ലോ, വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. യു ഗോണ ഡു ദാറ്റ്. ഓക്കെ, യു ഗോണ ഡു ദാറ്റ് ബിക്കോസ് ഐ ഡോണ്ട് നോ, നമ്മൾ ചിലപ്പോൾ നാളെ മരിക്കാം, റൈറ്റ്? സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് വി മൈറ്റ് ഡൈ ടുമോറോ. ആൻഡ് ഇഫ് യു കുഡ് ഡു സംതിങ്, അല്ലെങ്കിൽ ഈ വർഷം കഴിയുന്നതിന് മുന്നേ വി കുഡ് ഡൈ. സോ ഇഫ് യു കുഡ് ഡു സംതിങ് ബിഫോർ ദാറ്റ്, at least that's better than doing nothing and going away, right? So write it down. Next thing is, what are your top 3 resolutions for 2022? ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത് ഒരു റെസൊല്യൂഷൻസും ഇല്ലാതെയാണ്. ആൻഡ് ലേറ്റർ ഒരു മാർച്ചൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എനിക്ക് കുറച്ച് റെസൊല്യൂഷൻസ്, കുറച്ച് എയിംസ്, കുറച്ച് ഗോൾസ് അതൊക്കെ വേണമെന്നുണ്ട്, കൈൻഡ് ഓഫ് തിങ്സ് ടു വർക്ക് ഓൺ, റൈറ്റ്? സോ അടുത്ത വർഷം 3 റെസൊല്യൂഷൻസ് ഫോർ 2022 എന്താണെന്നുള്ളത് എഴുതി വെക്കാം. Okay, I'm just thinking what it will be. Okay, it's super fun to think of all this, right? Yeah. And one last thing എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ഗോൾസ് എഴുതി, what are 3 പ്രയോറിറ്റീസ് എന്നുള്ളത് എഴുതി, 3 കാര്യങ്ങൾ നമുക്ക് ഈ വർഷം കഴിയുന്നതിന് മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ലിറ്ററലി 3 ആഴ്ച ബാക്കിയുള്ളൂ. സോ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല ടോപ്പ് 3 റെസൊല്യൂഷൻസ് എന്നുള്ളത് നമ്മൾ എഴുതി. അടുത്തത് നമുക്ക് ഈ ആഴ്ച ഇതിനൊക്കെ വേണ്ടിയിട്ട് വാട്ട്സ് അബൌട്ട് ടു കം നെക്സ്റ്റ്, അതായത് ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ, നമ്മുടെ റെസൊല്യൂഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആഴ്ച എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള 3 കാര്യങ്ങൾ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പറയാണ്, നമുക്ക് ഈ വർഷം കഴിയുന്നതിന് മുന്നേ നമുക്കുള്ള മനസ്സിലുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ ട്രാവലിംഗ് ടു ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതാണ്. സോ വാട്ട് വി ക്യാൻ ഡു ദിസ് വീക്ക്? വി ക്യാൻ ബുക്ക് ടിക്കറ്റ്സ്, റൈറ്റ്? സോ ഓർ വി ക്യാൻ മേക്ക് എ പ്ലാൻ. Right, so just write it down. What are those 3 things? Okay, so ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. നിങ്ങളൊന്ന് ആ ലിസ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ. സോ ഇഫ് യു ആർ ഹിയർ ടിൽ നൗ, ഐ ലവ് യു. ഓക്കെ, ഇഫ് യു ആർ ഹിയർ ടിൽ നൗ, ഐ ലവ് യു ആൻഡ് യു ക്യാൻ ബി സോ പ്രൗഡ് ബിക്കോസ് നമ്മൾ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ എടുത്തിട്ടുണ്ടാവാം. നമ്മളിതൊക്കെ എഴുതി, ഇതൊക്കെ പോസ് ചെയ്ത്, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ടുണ്ടാവാം. സോ യു ക്യാൻ ബി സോ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. യു വർക്കിംഗ് ഓൺ യു. യു ആർ ജസ്റ്റ് ജെന്യുവൻലി ട്രൈങ് ടു ഹെൽപ്പ് യു. യു ആർ ജസ്റ്റ് ട്രൈങ് ടു മേക്ക് യുവർ ലൈഫ് ബെറ്റർ. So that's the most important thing. You're just putting yourself first. Be proud of yourself. Just kodukkumone adi, kodukkumone kayadi. Okay? So that's the thing. Top 3 things you can do this week. So നമ്മൾ എപ്പോഴും പറയാറുണ്ട്, forget the past and live in the present and just focus on, don't even think of the future, just go for the flow എന്നൊക്കെ പറഞ്ഞല്ലേ. I think that's sometimes partially true, but partially it's not the true as well. You should be learning from your past, and most often we should not live in the past, but we should learn from the past, right? So that is what we have just done. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. So I'm not just gonna drag this again further. So this is Rizwan, ഒരു പാവം ഹോസ്റ്റ്, നിങ്ങളുടെ പാവം സ്വന്തം ഹോസ്റ്റ് from the Mallu Show, about to sign off. But before that, നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഐ വോണ്ട് സംതിങ് ഫ്രം യു. ദാറ്റ് ഈസ് നിങ്ങളുടെ ടോപ്പ് 3 ലേണിങ്സ്, അതായത് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 3 ലേണിങ്സ് എന്താണെന്നുള്ളത്, ഇഫ് യു കുഡ് ഷെയർ ദാറ്റ് ആസ് എ സ്റ്റോറി ഓർ എ പോസ്റ്റ് ഓർ സംതിങ്, ദാറ്റ് വുഡ് ബി എ ഹെൽപ്പ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ആൻഡ് ഇമാജിൻ നമ്മളൊരു 10-50-100 പേര്, if we could get 3 learnings from everyone, that's like 300 learnings. 300 learnings ആണത്, right? So imagine 300 learnings from 2021. That would be freaking unbelievable, and that would be like
amazingly helpful for a lot of people as well, right? So imagine a kind of manual of help and learning for a lot of people. Imagine how many people would be benefiting from that, right? So please do that. Please share it out. Please tag me. Please use the hashtag the Mallu Show, and let's bring it out. Let's make this a challenge, right? So send this to a lot of to whoever you know, and help them out with their year as well, and help them out with the next year to come out as well. വരാൻ പോകുന്ന വർഷവും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കാര്യം കൂടെ ചെയ്യാം. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ വാട്ട് ഐ തിങ്ക് അടുത്ത വർഷം നമ്മൾ പൊളിക്കുകയല്ലേ. അപ്പോൾ മലയാളികളെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. സോ വി just going to rise up, we're just going to fly out, and we're just going to have a lot of fun. The next year is ours, and we're just going to rise like anything. I wish you all the very best, and I don't know, I'm just so excited. I'm so happy for you. I'm just so proud of you, and what's going to come, it's going to be unbelievably good, and you're just going to enjoy that. So let's take every moment one by one, and let's just change our life for the good. Take care, everyone. Fantastic health wishes for all of you. Thank you so much. This is the Mallu Show, and Malayali Parakate.